ഹലോ ഗായ്സ്, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ അഡ്വക്കേറ്റ് സുരഭി മേഡമായിട്ട് ഇന്ന് നമ്മളൊരു കൊട്ടവഞ്ചിയിലുള്ള ഒരു യാത്ര പോവുകയാണ്. നിങ്ങൾ എല്ലാവരും മേഡത്തിന് വോട്ട് ചെയ്ത് സഹകരിക്കണം. ആറ്റിങ്ങൽ പാർലമെന്റിലെ BSPയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. നെടുമങ്ങാട് കോടതിയിലെ അഡ്വക്കേറ്റാണ്. ഈ വർഷത്തെ വോട്ട് എല്ലാവരും ആനച്ചിഹ്നത്തിന് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരൊറ്റ വനിതാ കാൻഡിഡേറ്റാണ് ആറ്റിങ്ങൽ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. വനിതകളായ എല്ലാവരും എനിക്ക് വോട്ട് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും നിലവിലുള്ള വിഘ്നങ്ങളെല്ലാം മാറ്റാൻ വിഘ്നേശ്വരത്തിന് നിങ്ങളൊരു വോട്ട് കൊടുത്ത് ജയിപ്പിക്കുക. ഈ ജനങ്ങൾ മേഡത്തിന് വോട്ട് നൽകി ജയിപ്പിച്ചാൽ മേഡം ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് മേഡം ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ജനങ്ങൾ എന്നെ വോട്ടിട്ട് ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആരോഗ്യ മേഖലയിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരണം. ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുത്തിട്ട് അവരുടെ ജനപ്രതിനിധിയായി ഇരിക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നിലവിൽ ആരോഗ്യ മേഖല ഒരുപാട് തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. ഡയഗ്നോസിസ് മേഖലയിൽ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരിക, ഡയഗ്നോസിസ് മേഖലയിൽ സബ്സിഡികൾ കൊടുത്തുകൊണ്ട് രോഗത്തെ കണ്ടുപിടിക്കാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ കണക്ക് രോഗം വരുന്നതിന് മുമ്പ് അത് കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കി രക്ഷിക്കാവുന്ന ചില രോഗങ്ങളാണ് നമ്മുടെ ജീവനുകൾ പൊലിഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെട്ടാണ് പല ജീവനുകളും ഇവിടെ നിലവിൽ പൊലിഞ്ഞു പോകുന്നത്. ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനതൊരു വലിയ കടമയായി കാണുകയാണ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ 4th, 3rd സ്റ്റേജിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ട് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറെ പണം മുടക്കിയതിനു ശേഷം ബോഡിയായി വീട്ടിൽ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ക്യാൻസർ പോലത്തെ ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുമ്പോൾ തന്നെ അതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ അത് കണ്ടുപിടിക്കപ്പെടണം. അതാണ് ഡയഗ്നോസിസ് മേഖല വിപുലീകരിക്കുക, പദ്ധതികൾ കൊണ്ടുവരിക, പാക്കേജുകൾ കൊണ്ടുവരിക, സബ്സിഡികൾ കൊടുക്കുക. അതിന്റെ റേറ്റുകൾ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഫീസുകൾ വേണം ഡയഗ്നോസിസ് മേഖലയിൽ ഏർപ്പെടുത്തേണ്ടത്. അപ്പം ജനങ്ങൾ അവർക്ക് ഈ രോഗമുണ്ടെന്ന് സംശയിക്കുന്ന പക്ഷം എല്ലാ കമ്പൽസറി നമ്മൾ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ നിർബന്ധിത വിദ്യാഭ്യാസം ചെയ്യണമെന്ന് പറയുന്ന ഒരു റൂൾസ് ഉള്ള നാടാണ് നമ്മുടേത്. അതുപോലെ നിർബന്ധമായും 35 വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകൾ ഇന്ന ടെസ്റ്റുകൾ ചെയ്യും. സെർവിക്കൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ കണ്ടുപിടിക്കാനുള്ള പാപ്സ്മിയർ പോണത്തെ ടെസ്റ്റുകളെല്ലാം നിർബന്ധമായും 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ചെയ്തിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ കൊണ്ടുവരികയും ഇവിടെ ആശാ വർക്കർമാരുണ്ട്, പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുന്നുണ്ട്, ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വീടാന്തരം പോയി ഒരു അവയർനെസ് ജനങ്ങളിൽ കൊണ്ടുവരിക, ജനങ്ങളെ നിർബന്ധമായി ടെസ്റ്റുകൾക്ക് വിധേയമാക്കുക, ആ ടെസ്റ്റുകൾ പറ്റുമെങ്കിൽ സൗജന്യമായി കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ചെലവിൽ കൊടുക്കുക. അങ്ങനെ ഡയഗ്നോസിസ് മേഖല വിപുലീകരിച്ച് രോഗത്തെ നേരത്തെ കണ്ടുപിടിച്ച് അത് ചികിത്സിച്ച് ഭേദമാക്കി പൊലിഞ്ഞു പോകാനിരിക്കുന്ന ഓരോ ജീവനുകളും രക്ഷിച്ചെടുത്ത് ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുത്തിട്ട് അവരുടെ ജനപ്രതിനിധിയായി ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ ആരോഗ്യ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ, കാര്യങ്ങൾ ചെയ്യണം. ആരോഗ്യ മേഖലയിൽ ചെയ്യണം. ജനങ്ങളുടെ ജീവൻ ആദ്യം നിലനിർത്തണം. ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. BSP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ മത്സരിക്കാനുണ്ടായ കാരണം? ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടി എന്നതിലുപരി സാമൂഹിക പരിവർത്തന പ്രസ്ഥാനം കൂടിയാണ്. സാമൂഹിക പരിവർത്തന പ്രസ്ഥാനം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുക എന്നാണ്. അപ്പൊ എനിക്കെപ്പോഴും ഞാനൊരു അഡ്വക്കേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരുപാട് സമൂഹത്തിന്റെ അടുത്തട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ മുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത്, ഭരണഘടനാ അവകാശങ്ങൾ നേരെ കിട്ടാത്തത്, ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനങ്ങളൊക്കെ ഒരുപാട് കാണേണ്ടി വന്ന ഒരാളാണ്. അപ്പം ബഹുജൻ സമാജ് പാർട്ടി ഈ തരത്തിലുള്ള ആൾക്കാരെ കൂടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക പരിവർത്തന പ്രസ്ഥാനം കൂടി ആയതുകൊണ്ട് ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാനും. മേഡം, കേരളത്തെ സംബന്ധിച്ച് നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതി എന്താണ്? കേരളത്തെ സംബന്ധിച്ച് നിലവിലെ രാഷ്ട്രീയ സ്ഥിതി അക്രമ രാഷ്ട്രീയം പലപ്പോഴും കണ്ടുവരുന്ന ഒരു പൊളിറ്റിക്കൽ സംവിധാനമാണ് ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്ര പുസ്തകങ്ങളിൽ എഴുതപ്പെട്ട അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകം നടന്നിരിക്കുന്നത് നെടുമങ്ങാട് മണ്ഡലം, എന്റെ സ്വന്തം മണ്ഡലത്തിലാണ്.
സിദ്ധാർത്ഥിന്റെ മണ്ണിൽ നിന്ന് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു വനിതയാണ് ഞാൻ. പ്രത്യേകിച്ച് സിദ്ധാർത്ഥിന്റെ അമ്മ എന്ന് പറയുന്നത് സിദ്ധാർത്ഥ് നമ്മുടെയൊക്കെ മകനാണെന്ന് ചിന്തിച്ചാൽ ഈ ആറ്റിങ്ങൽ പാർലമെന്റിലെ പ്രസവ വേദന അറിഞ്ഞ ഒരു അമ്മമാരും ക്ഷമിച്ചും സഹിച്ചും പുറത്തും കൊടുക്കാത്ത ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് നമ്മുടെ കേരള മണ്ണിൽ നിലവിൽ ഇപ്പൊ ഏറ്റവും അടുത്ത കാലത്തായി സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ആ അമ്മയെ പോയി കണ്ടിരുന്നു. എന്റെ മണ്ഡലത്തിൽ എന്റെ വീടിന് അടുത്തുള്ള ആളാണ് സിദ്ധാർത്ഥിന്റെ കുടുംബവും. ആ സിദ്ധാർത്ഥിന്റെ മണ്ണിൽ നിന്നുമാണ് ഞാൻ ഈ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ അക്രമ രാഷ്ട്രീയത്തെ കേരള മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിന് വനിതകൾ മുന്നിട്ടിറങ്ങുക. ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദമായി മാറാൻ കേരളത്തിലെ വനിതകൾ മുന്നിട്ടിറങ്ങണം. അക്രമ രാഷ്ട്രീയത്തെ ചെറുക്കണം. മക്കൾ എന്ന് പറയുന്നത് ഓരോ മക്കളും ഓരോ അമ്മമാരുടെയും അച്ഛന്മാരുടെയും പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ്. അക്ഷരം പഠിക്കേണ്ട മുറ്റത്ത് അവർ മരിച്ചു വീഴുന്നത്, അതും രാഷ്ട്രീയത്തിന്റെ പേരിൽ മരിച്ചു വീഴുന്നത് കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിന് അപമാനകരം തന്നെയാണ്. കേരളത്തിലെ ഒരമ്മമാരും പുറത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ അടുത്ത കാലത്തായി സിദ്ധാർത്ഥിന്റെ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. കേരളത്തിലെ നിലവിലത്തെ രാഷ്ട്രീയ സ്ഥിതി എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം മടുത്തും വെറുത്തും സഹിച്ചും പുറത്തും ഇരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ തുടർച്ചയായുള്ള ഭരണത്തിൽ ഉള്ള നേട്ടങ്ങളെന്ന് പറയുന്നത് പട്ടിണി, ദാരിദ്ര്യം, കടക്കണി, കൂട്ട ആത്മഹത്യ, ഇത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങളെന്ന് പറയുന്നത്.